നമുക്കിന്ന് ഹോസ്റ്റലിൽ പാസ്തയും ചപ്പാത്തിയായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വിച്ച് ഓൺ എഴുതി വെച്ചിട്ടും സ്വിച്ച് ഞാൻ മറന്നു എന്നുള്ള കാര്യം ആലോചിച്ച് ഞാനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക മുറിക്കാനുണ്ട് കേട്ടോ. അപ്പം മുറിക്കാൻ വേണ്ടി ഷീറ്റൊക്കെ വിരിച്ചിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി. മുറിയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ചക്ക അച്ഛൻ നല്ലോണം പാക്കൊക്കെ ചെയ്തിട്ടാണ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. 2 ദിവസമായി. അപ്പോൾ പഴുത്തോ ഇല്ലയോ എന്ന് മണത്തൊക്കെ നോക്കി കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ കത്തി കൊണ്ട് മുറിയോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ച് നമ്മൾ മുറിക്കുകയാണേ. അപ്പം ചക്ക മുറിക്കാൻ നല്ല പാടുണ്ടായിരുന്നു. കാരണം നമ്മുടെ കത്തി നല്ല മോശം അവസ്ഥയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെയും വലിച്ചു പൊളിച്ച് ചക്കേനെ 2 കഷ്ണമാക്കിട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അത് നന്നാക്കാനൊക്കെ കൂടി നമ്മൾ ഓരോ ചോളയും വിരിഞ്ഞ് പ്ലേറ്റിലേക്ക് ഇടുന്നതും കാണാതാവുന്നുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എല്ലാവരും അപ്പം തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് കുറച്ച് ചോളയൊക്കെ കഴിക്കാൻ കിട്ടി. ഈ ചക്ക പൊളിക്കുന്നത് നല്ല അധ്വാനം വേണ്ട പണിയായതുകൊണ്ട് തന്നെ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ ഇന്ന് എല്ലാവരുടെയും ഒക്കെ ബായ് ഉണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണും. വരയ്ക്കും ടാറ്റാ.